ലോകത്തെ ഒട്ടുമിക്ക ആശുപത്രികളുടെയും പുറത്ത് ഒരു പ്രതിമ കാണാം. ഹിപ്പോക്രട്ടസ്, ദി ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് ഹിപ്പോക്രട്ടസ് അറിയപ്പെടുന്നത്. ഒരു MBBS അഡ്മിഷനൊക്കെ നേടി ആദ്യം ഏത് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചാലും അതുപോലെ MBBS കോഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ സമയത്തും വിദ്യാർത്ഥികളെല്ലാം ഏറ്റുചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രറ്റിക്സ് ഓത്ത്. As a new doctor, I solemnly promise that I will, to the best of my ability, serve humanity, care for the sick, promote good health, and alleviate pain and suffering. വൈദ്യശാസ്ത്ര രംഗത്തെ ധാർമ്മിക തത്വങ്ങൾ പാലിക്കുമെന്ന് ഡോക്ടർമാർ എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞയാണ്. നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡോക്ടർ സ്വപ്നം കുറച്ചുകൂടി തീവ്രമാക്കാൻ അദ്ദേഹത്തിന്റെ കഥ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് 2500 വർഷം പിന്നിലേക്കൊന്ന് പോകാം. അവിടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറായ ഹിപ്പോക്രട്ടസ് ജീവിച്ചിരുന്നത്. BC 460 ഗ്രീസിലെ കോസ് ദ്വീപിലാണ് ഹിപ്പോക്രാറ്റസ് ജനിച്ചത്. അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രം ഒരു ജോലിയായിരുന്നില്ല, അതൊരു കുടുംബ പാരമ്പര്യമായിരുന്നു. പിതാവ് ഹെറാക്ലൈറ്റ്സിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ സ്വായത്തമാക്കി. ഇത് കേവലം കാണാപ്പാഠം പഠിക്കലായിരുന്നില്ല, മറിച്ച് ഒരു നിരീക്ഷണ കല പഠിക്കലായിരുന്നു. ഓരോ മനുഷ്യരും ഓരോ അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ വൈദ്യരംഗത്തെ ഈ പാരമ്പര്യം അദ്ദേഹത്തിന് മതിയായിരുന്നില്ല. ഒരു യഥാർത്ഥ ഡോക്ടറാകാൻ അദ്ദേഹം അന്നത്തെ പ്രമുഖ തത്വചിന്തകരായ ഡെമോക്രിറ്റസിന്റെയും ഗോർജിയസിന്റെയും അടുത്തേക്ക് പോയി. യുക്തിയും ചോദ്യം ചെയ്യാനുള്ള കഴിവും അവിടെ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. ചോദ്യം ചെയ്യാനുള്ള കഴിവ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ നീറ്റ് യാത്രയിൽ നിങ്ങൾ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ചിലപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് ആരോടും ചോദിക്കാതെയും ഇരിക്കാം. ഇവിടെയാണ് ഹിപ്പോക്രാറ്റസ് തന്റെ സംശയങ്ങൾ ചോദ്യങ്ങളാക്കിയതിന്റെ പ്രസക്തി. ഒരു ഡോക്ടർക്ക് അറിവ് മാത്രമല്ല, തന്റെ ചിന്തയെ, തന്റെ പഠനത്തെ, പ്രൊഫഷനെയൊക്കെ അലട്ടുന്ന എന്തെങ്കിലും സംശയമുണ്ടായാൽ അതിനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന അദ്ദേഹത്തിന്റെ ചിന്തയാണ് ആ കാലത്തെ തത്വചിന്തകരുടെ അടുത്ത്, അല്ലെങ്കിൽ ഫിലോസഫേഴ്സിന്റെ അടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ചെന്നെത്തിച്ചത്. തത്വചിന്തകർ അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ഹിപ്പോക്രട്ടസിനുള്ളിൽ ഒരു മനുഷ്യജീവനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഹിപ്പോക്രട്ടസ് നേരിട്ട വെല്ലുവിളികൾ വളരെ വലുതായിരുന്നു. അക്കാലത്ത് രോഗം വന്നാൽ ആരുടെയെങ്കിലുമൊക്കെ ശാപം അല്ലെങ്കിൽ ദുർമന്ത്രവാദമായിരുന്നു എന്നാണ് ആളുകളുടെ വിശ്വാസം. കൂടാതെ മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ അത് അവരുടെ പാപത്തിന്റെ ഫലമായി കണക്കാക്കി. ഈ അന്ധവിശ്വാസം കാരണം ഒരുപാട് രോഗികൾ ചികിത്സയ്ക്ക് പോലും എത്താതെ മരണപ്പെട്ടുകൊണ്ടിരുന്ന കാലത്താണ് ഹിപ്പോക്രട്ടസ് എന്ന യുവ ഡോക്ടർ ഈ അന്ധവിശ്വാസങ്ങളെ ധൈര്യപൂർവ്വം ചോദ്യം ചെയ്തത്. രോഗങ്ങൾ ദൈവകോപമോ ആരുടെയിലുമൊക്കെ ശാപങ്ങളോ അല്ല, അവയ്ക്ക് പ്രകൃതിപരമായ കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം, വെള്ളം, ചുറ്റുപാടുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഒരു രോഗിയുടെ അവസ്ഥ. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗത്തെ മാത്രമല്ല, രോഗിയുടെ മുഴുവൻ ശരീരത്തെയും ചുറ്റുപാടിനെയും മനസ്സിലാക്കണം. ഈ ഒരൊറ്റ ചിന്ത വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുകയാണ്. വൈദ്യശാസ്ത്രത്തെ മന്ത്രവാദത്തിൽ നിന്നും വേർപെടുത്തി ശാസ്ത്രത്തിന് അടിത്തറയിട്ടു. നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ചെയ്ത് അത് ശരിയായി വരുമ്പോൾ നമ്മുടെ മാർക്ക് കൂടും അല്ലെ, നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതുപോലെ ഹിപ്പോക്രാറ്റസ് അന്നത്തെ മനുഷ്യകുലത്തോട്, അന്ധവിശ്വാസങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ലോകത്തിന്റെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിച്ചു. ഡോക്ടർ എന്ന മഹനീയ സേവനത്തിലേക്ക് 100 കണക്കിന് ആളുകൾ അന്നേ കാലത്ത് അഭയം തേടി വരികയാണ്.
കൂടാതെ രോഗികളെല്ലാം ഭയമില്ലാതെ കടന്നു വരാൻ തുടങ്ങി. രോഗങ്ങളിൽ നിന്ന് ആശ്വാസത്തിന്റെ നിഴൽ വീണു തുടങ്ങി. ജീവിതത്തെ പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങി. ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള ഹിപ്പോക്രാറ്റസിന്റെ ആത്മാർത്ഥമായ പാഷൻ വെളിവായത് BC 430 ഏതൻസിനെ വിഴുങ്ങിയ മഹാരോഗം പ്ലേഗ് വന്നപ്പോൾ. അക്കാലത്ത് ഈ പകർച്ചവ്യാധി കണ്ടുപേടിച്ച് ഒരുപാട് ദുർമന്ത്രവാദികളും വ്യാജ ഡോക്ടർമാരും ജനങ്ങളും നഗരം വിട്ട് ഓടിപ്പോയി. എന്നാൽ ഹിപ്പോക്രറ്റസ് തന്റെ ശിഷ്യന്മാരെയും കൂട്ടി ഏതൻസിലേക്ക് പോയി. രോഗം പകരുന്ന രീതിയുടെ അപകട സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിലും ജീവൻ പോലും പണയം വെച്ചാണ് അദ്ദേഹം ആ നഗരത്തിലേക്ക് ചെല്ലുന്നത്. നഗരത്തിലുള്ള രോഗബാധിതരല്ലാത്ത ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി നിശ്ചിത അകലം പാലിച്ചിരുത്തി എല്ലാവരോടും ശുചിത്വം പാലിക്കാൻ നിർദ്ദേശിച്ചു. രോഗം വന്ന സ്ഥലങ്ങൾ പുകച്ച് അണുവിമുക്തമാക്കാൻ അദ്ദേഹം ശിഷ്യന്മാരെയും കൂട്ടി നേതൃത്വം വഹിച്ചു. മരണത്തെ ഭയക്കാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു. ഈ ഒരൊറ്റ അനുഭവം മതി ഡോക്ടർ എന്നാൽ മനുഷ്യന്റെ വേദന മാറ്റാൻ വേണ്ടി ജനിച്ചവനാണ് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിപ്പോക്രറ്റസിനെ കുറിച്ചുള്ള ഒരു ബുക്കിൽ പറയുന്ന കാര്യം, അദ്ദേഹം അനാവശ്യമായ ചികിത്സകൾ ഒഴിവാക്കിയിരുന്ന ഒരാളാണ്. പകരം രോഗിയുടെ സ്വന്തം ശരീരത്തിന്റെ രോഗശമന ശക്തിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത്. വേദനയ്ക്കുള്ള മരുന്നായി അദ്ദേഹം അക്കാലത്ത് വില്ലോ മരത്തിന്റെ തൊലി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ആധുനിക ആസ്പിരിൻ വന്നത് എന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഓരോ മരുന്നിന്റെയും അടിസ്ഥാന തത്വം പ്രകൃതിയിൽ നിന്ന് തുടങ്ങണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നീറ്റ് എന്ന കടമ്പ കടക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്: നിങ്ങൾ വെറുമൊരു പരീക്ഷയല്ല, മറിച്ച് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഹിപ്പോക്രാറ്റസ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ: ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചും യുക്തിക്കനുസരിച്ചും രോഗികളെ സഹായിക്കും. ഒരിക്കലും ഒരാളെ പോലും ദ്രോഹിക്കുകയില്ല. വൈദ്യശാസ്ത്രകല എവിടെയാണോ സ്നേഹിക്കപ്പെടുന്നത് അവിടെ മനുഷ്യ സ്നേഹമുണ്ടാകും. നിങ്ങളുടെ മുന്നിലുള്ള ഈ കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടർ ആവുക എന്ന സ്വപ്നം പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിന്റെ അവിശുദ്ധമായ കല പഠിക്കാനുള്ള നിങ്ങളുടെ ആദ്യ ചുവടാണ്. ആ ലക്ഷ്യം മനസ്സിൽ വെച്ചാൽ നീറ്റ് എക്സാം എത്ര കഠിനമായാലും നിങ്ങൾക്കൊരു തടസ്സമാകില്ല. നിങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. നന്നായി പഠിക്കുക, കൃത്യമായ സമയത്തെ വിനിയോഗിക്കുക. ഒരു കാര്യം എപ്പോഴും വിശ്വസിക്കുക: നീറ്റ് 2026 വിജയം അത് നിങ്ങളുടേതായിരിക്കും. Brilliant Study Center, India's #1 coaching center for NEET and JEE.